കോൺഫിഡൻസ്. ആത്മവിശ്വാസം കൂട്ടുന്നത് കുറേ കോഡ്സ് വായിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പുഞ്ചിരി ഫേക്ക് ചെയ്തിട്ടോ ഒന്നുമല്ല. നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ്, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തകരാതെ നിൽക്കുമ്പോഴാണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ റിയൽ ആയിട്ടുള്ള ശരിക്കുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം എന്നതാണ്. സോ ദാറ്റ് ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും. നമ്പർ 1, അണ്ടർസ്റ്റാൻഡിങ് വാട്ട് കോൺഫിഡൻസ് റിയലി ഈസ്. മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ പേടിയില്ലാത്ത പോലെ അഭിനയിക്കലാണ് എന്നാണ്. പക്ഷെ അത് തെറ്റാണ്. പേടിക്കാതിരിക്കുക എന്നുള്ളതല്ല, പേടി വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയുക എന്നതാണ് ശരിക്കുള്ള കോൺഫിഡൻസ്. കാര്യങ്ങൾ എത്രയൊക്കെ വഷളായാലും എനിക്കത് ശരിയാക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ്. ആൻഡ് ഈ വിശ്വാസം നിങ്ങൾ ജനിക്കപ്പം തന്നെ കിട്ടുന്നതല്ല, അത് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. നിങ്ങൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സ്വയം നൽകുന്ന പ്രോമിസുകൾ നിറവേറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കോൺഫിഡൻസ് കൂടും. ഒരു കാര്യം ചെയ്യും എന്ന് പറയുന്നു ആൻഡ് അത് ചെയ്യുന്നു. അങ്ങനെയാണ് ട്രസ്റ്റ് ബിൽഡ് ആവുന്നത് വിത്ത് യുവർ സെൽഫ്. നമ്പർ 2, സ്റ്റോപ്പ് ചേസിങ് എക്സ്റ്റേണൽ വാലിഡേഷൻ. മിക്ക ആൾക്കാരും ഇൻസെക്യൂർ ആവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരെപ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരെന്താ പറയുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു, ലൈക്കുകൾ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല ഡ്രസ്സ് ഇടുന്നു, എല്ലാവരും എന്നെ തന്നെ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും ആൻഡ് പിന്നെ അത് മനസ്സിൽ പല പ്രാവശ്യം റീപ്ലേ ചെയ്യും. ഇതൊക്കെ മെൻ്റൽ സ്ലേവറിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സെൽഫ് വർത്ത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്, അല്ലാതെ ആ തീരുമാനം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത്. നിങ്ങൾക്ക് അപ്രൂവൽ അല്ല വേണ്ടത്, എവിഡൻസ് ആണ്. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ആൻഡ് ആരുടെയും പെർമിഷൻ ഇല്ലാതെ വളരാൻ പറ്റും എന്നതിനുള്ള എവിഡൻസ്. നമ്പർ 3, ബിൽഡ് എവിഡൻസ് ത്രൂ ആക്ഷൻ. നിങ്ങൾ വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നുകൊണ്ട് കോൺഫിഡൻസ് വരില്ല, അതിന് ആക്ഷൻ എടുക്കണം. ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദെൻ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രേഞ്ചറോടെങ്കിലും അങ്ങോട്ട് പോയിട്ട് സംസാരിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ശരീരം ഇഷ്ടമല്ലേ, ദെൻ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കുക, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുക. ഓരോ തവണ നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോഴും നിങ്ങളുടെ ബ്രെയിനിനോട് പറയാണ്, എന്നെക്കൊണ്ടിത് പറ്റും, എനിക്കിത് മുഴുമിക്കാൻ പറ്റും, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കോൺഫിഡൻസ് ബിൽഡ് ആവുക. നമ്പർ 4, മാസ്റ്റർ ദ വേ യു സ്പീക്ക് ടു യുവർ സെൽഫ്. മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെപ്പോഴും സ്വയം പറയാണ്, ഞാൻ ഭയങ്കര വീക്കാണ്, ഡംപാണ്, ആർക്കും എന്നെ ഇഷ്ടമല്ല, എനിക്കൊരു കഴിവുമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെ കോൺഫിഡൻസ് വരും? നിങ്ങൾ നിങ്ങളെ തന്നെ ബുള്ളി ചെയ്യരുത്. സോ ഇനി മുതൽ ഇക്കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കാറുള്ളത് എന്ന്. നിങ്ങളിനി ഫെയിലാവുമ്പോൾ ഞാൻ സ്വയം ഒരു പരാജയമാണ് എന്ന് പറയോ, അതോ ഞാൻ പുതിയൊരു കാര്യം പഠിച്ചു എന്ന് പറയോ? ആ ഒരു ഷിഫ്റ്റ് എല്ലാം ചേഞ്ച് ചെയ്യും. നമ്പർ 5, പുട്ട് യുവർ സെൽഫ് ഇൻ ഡിസ്കംഫോർട്ട് ഡെയിലി. നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തോൽക്കാതിരിക്കുന്നവരല്ല, അവരായിരിക്കും ഏറ്റവും കൂടുതൽ തോറ്റിട്ടുണ്ടാവുക. ബട്ട് ഓരോ തവണ തോൽക്കുമ്പോഴും അതിൽ നിന്നും പുതിയ കാര്യങ്ങൾ പഠിക്കും ആൻഡ് റിക്കവർ ചെയ്യും. പ്രഷർ വന്നാലും കാമായി തന്നെ നിൽക്കാനായിട്ട് അവർ അവരുടെ നെർവസ് സിസ്റ്റത്തെ ട്രെയിൻ ചെയ്തിട്ടുണ്ടാകും. സോ നിങ്ങളെ അൺകംഫർട്ടബിൾ ആക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഡെയിലി ചെയ്യുക. ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ സംസാരിക്കുക, നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതെ സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, എക്സെട്ര. ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ കുറച്ച് ഓക്വേർഡ് ആയിട്ടൊക്കെ ഫീൽ ആവും. അപ്പോൾ ഉറപ്പിച്ചോ, നിങ്ങൾ ശരിയായ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. നമ്പർ 6, സ്റ്റോപ്പ് കമ്പയറിങ് ആൻഡ് സ്റ്റാർട്ട് കോമ്പീറ്റിംഗ് വിത്ത് യുവർ സെൽഫ്. കമ്പാരിസൺ ഉണ്ടല്ലോ, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ കംപ്ലീറ്റ്ലി നശിപ്പിക്കും. നിങ്ങൾ മറ്റൊരാളുടെ അത്ര റിച്ച് ആവണം, സ്മാർട്ട് ആവണം, ഗുഡ് ലുക്കിംഗ് ആവണം എന്നൊന്നുമില്ല. നിങ്ങൾ ഇന്നലെ എങ്ങനെയായിരുന്നു അതിനേക്കാൾ ബെറ്റർ ആയിരിക്കണം ഇന്ന്. അതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. മെഷർ പ്രോഗ്രസ് ഇൻ സൈലൻസ്. പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ജയങ്ങളും, അതിപ്പോൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതൊക്കെ ട്രാക്ക് ചെയ്യുക. ഓവർ ടൈം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവുന്നത് പോലെ അഭിനയിക്കേണ്ടി വരില്ല, നിങ്ങൾ ശരിക്കും കോൺഫിഡൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് ബിൽഡ് ആവുന്ന ഒരു കാര്യം അല്ല. നിങ്ങൾ ഓരോ തവണ നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഓടി മറയാതെ മറിച്ച് അതിനെ ഫേസ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ബിൽഡ് ആവും. ഈസി ആയിട്ടുള്ളത് ചെയ്യുമ്പോഴല്ല, ശരിയായ കാര്യം ചെയ്യുമ്പോൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ബിൽഡ് ആവും. നിങ്ങൾ നിങ്ങൾക്കും അതുപോലെ മറ്റുള്ളവർക്കും കൊടുക്കുന്ന വാക്കുകൾ നിറവേറ്റുമ്പോൾ കോൺഫിഡൻസ് ബിൽഡ് ആവും. യു ഡോണ്ട് ഫൈൻഡ് കോൺഫിഡൻസ്, യു ഏൺ ഇറ്റ് ത്രൂ ഡെയിലി ആക്ഷൻ, സെൽഫ് ട്രസ്റ്റ് ആൻഡ് പെർസിസ്റ്റൻസ്. സോ ആക്ഷൻ എടുക്കുക, അല്ലാതെ ചുമ്മാ കുറേ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് follow for more. Have a great day.